ഹലോ നമസ്കാരം. സൈലം BSc ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്. ഞാനും നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ജൂൺ മാസത്തിലെ കലണ്ടർ നമ്മുടെ PSC പ്രസിദ്ധീകരിച്ചല്ലേ. അപ്പോൾ കലണ്ടറിൽ നമുക്ക് നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളും അതേപോലെ ചില കൺഫർമേഷൻ ഡേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മെയ് മാസത്തിൽ നടക്കാനിരുന്ന വിവിധ പരീക്ഷകൾ നമ്മൾ ജൂണിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. തിരഞ്ഞെടുപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണെന്ന് മാറ്റിയിരിക്കുന്നത്. നമ്മുടെ CPO പരീക്ഷ WCPO പരീക്ഷകൾ മെയ് മാസത്തിലായിരുന്നു, അത് ജൂൺ മാസത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേപോലെ വിവിധ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ മൂന്നാം ഘട്ടവും ഏത് മാസമാണ്? ജൂൺ മാസമാണ് നടക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ഈ കലണ്ടർ നോക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2024 മെയ് 25, 11 എന്നീ തീയതികളിൽ നടക്കാനിരുന്ന CPO WCPO പരീക്ഷകൾ ജൂൺ മാസം 8-ാം തീയതിയിലേക്കും 29-ാം തീയതിയിലേക്കും അതിൽ മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും നമുക്ക് വിശദമായിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം 591/2023 നമ്മുടെ CPO പരീക്ഷയുടെയാണ്. CPO പരീക്ഷയുടെ ഒരു കാറ്റഗറി നമ്പറാണ്. അത് നമ്മുടെ കേരള പോലീസ് ആംഡ് ബറ്റാലിയനിലേക്കുള്ള തിരുവനന്തപുരത്തേക്കുള്ളത് SAPയിലേക്കുള്ളത് നടക്കുന്ന പരീക്ഷ എന്നാണ് 8/6/2024 അതേപോലെ തന്നെ 591/2023 നമ്മുടെ പത്തനംതിട്ട KAP 3 നടക്കുന്നത് എന്നാണ്. അതും 8/6/2024 തന്നെയാണ്. 591/2020 അതും നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിൽ തന്നെ ഇടുക്കി KAP 5 നടക്കുന്നത് 8/6/2024 തന്നെയാണ്. പോലീസ് കോൺസ്റ്റബിൾ 593/2023 നമ്മുടെ എറണാകുളം KAP 1 നടക്കുന്നത് 8/6/2024 തന്നെ. അതായത് 591/2023 എല്ലാം നമ്മുടെ ആംഡ് പോലീസ് ബറ്റാലിയനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പോലീസ് കോൺസ്റ്റബിൾ എല്ലാ പരീക്ഷയും 8/6/2024 തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ തൃശ്ശൂർ KAP 2 അത് 8/6 തന്നെയാണ്. MSPയിലേക്ക് മലപ്പുറത്ത് MSPയിലേക്ക് അതും 8/6 തന്നെയാണ്. കാസർഗോഡ് KAP 4 എന്ന് തന്നെയാണ് 8/6/2024 തന്നെയാണ് നടക്കാൻ പോകുന്നത്. കൺഫർമേഷനൊക്കെ ഓൾറെഡി നമ്മൾ കൊടുത്തതായതുകൊണ്ട് ഇനി വീണ്ടും കൺഫർമേഷൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, OMR പരീക്ഷ 100 മാർക്കിന് 1.5 മണിക്കൂറത്തെ പരീക്ഷയാണ്. ഒറ്റഘട്ടമായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. നല്ലതുപോലെ പഠിക്കുക. സമയം നമുക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. സമയം വേസ്റ്റ് ആക്കരുത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വിവിധ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ കാര്യം നമുക്ക് നോക്കാവുന്നതാണ്. അതിനകത്ത് നമുക്ക് 433/2023 അസിസ്റ്റന്റ് മാനേജറാണ് ഡിഗ്രി ലെവൽ പരീക്ഷ. അതേപോലെ ഏതാണ് മൂന്നാമത്തെ ഘട്ടമായിട്ടുള്ളതാണ് നടക്കുന്നത്. സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള പരീക്ഷയാണ്. 15/6/2024 പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്. 433/2023 അസിസ്റ്റന്റ് മാനേജർ പരീക്ഷയാണ്. അത് കോമൺ പ്രിലിമിനറി എക്സാം മൂന്നാമത്തെ ഘട്ടമായിട്ട് നടക്കുന്നു. സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള പരീക്ഷയാണ്. അതും 15/6/2024 തന്നെയാണ് നടക്കുന്നത്. ഹോൾ ടിക്കറ്റ് 1/6/2024 മുതൽ നിങ്ങൾക്ക് ലഭ്യമാകും എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ 527/2022 ഡിഗ്രി ലെവൽ പരീക്ഷയാണ്. അതും നടക്കുന്നത് 15/6/2024 തന്നെയാണ് നടക്കുന്നത്. അതേപോലെ 528/2022 അതും ഡിഗ്രി ലെവൽ പരീക്ഷയാണ്. മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻ സൊസൈറ്റി കാറ്റഗറിയിലേക്കുള്ള സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടക്കുന്നതാണ്. 15/6/2024 നടക്കാൻ പോകുന്നത്. ഹോൾ ടിക്കറ്റ് 1/6/2024 മുതൽ അതിൻ്റെ ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് എന്തായിരിക്കും ലഭ്യമാണ്? 100 മാർക്കിൻ്റെ പരീക്ഷ 1.25 മണിക്കൂറായിട്ടാണ്. പ്രിലിമിനറി പരീക്ഷയായിട്ടാണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർ നമ്മുടെ യൂണിഫോം പോസ്റ്റാണ്. 544/2023 അതിൻ്റെ എക്സാമിൻ്റെ നടക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ്. 15/6/2024 നടക്കാൻ പോകുന്നത്. 571/2023 നമ്മുടെ സെക്രട്ടറി ലോക്കൽ സെൽഫ് ഗവൺമെന്റ് LSGD സെക്രട്ടറിയുടെ പരീക്ഷ മൂന്നാം ഘട്ടം നടക്കാൻ പോകുന്നത് 15/6/2024 ഹോൾ ടിക്കറ്റ് 1/6/2024 മുതൽ ലഭ്യമാകുന്നതാണ്. അതേപോലെ സബ് ഇൻസ്പെക്ടർ ട്രെയിനിയുടെയാണ് എന്നുണ്ടെങ്കിൽ വിവിധ സബ് ഇൻസ്പെക്ടർ ട്രെയിനി 572/2023 573/2023 574/2023 ഇതെല്ലാം നമ്മുടെ യൂണിഫോം പോസ്റ്റുകളാണ്. SI പോസ്റ്റിലേക്കുള്ളതാണ്. എല്ലാ പരീക്ഷകളും 15/6/2024 തന്നെയാണ് നടക്കുന്നത്. ഹോൾ ടിക്കറ്റ് 1/6/2024 ലഭിക്കുകയും ചെയ്യും. OMR പരീക്ഷയാണ്. 100 മാർക്ക് 1.25 മണിക്കൂറാണ്. 100 മാർക്ക് 1.25 മണിക്കൂറാണ്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ പോലീസ് കോൺസ്റ്റബിളിന്റെ തന്നെ മൗണ്ടഡ് പോലീസ് ആണ് എന്നുള്ള സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടക്കുന്നത്. അതിൻ്റെ പരീക്ഷ നടക്കുന്ന 29/6/2024 ആ പരീക്ഷ നടക്കാൻ പോകുന്നത്. 15/6/2024 നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ലഭ്യമാകുന്നത് ആയിരിക്കും. ഓക്കെ, കൺഫർമേഷനൊക്കെ ഓൾറെഡി കൊടുത്തതാണ്, അതുകൊണ്ട് വീണ്ടും കൊടുക്കേണ്ട കാര്യമില്ല. ഇനി നമ്മുടെ വുമൺ പോലീസ് കോൺസ്റ്റബിളിലേക്ക് വരികയാണെങ്കിൽ 507/2023 ഓക്കെ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ വുമൺ പോലീസ് ബറ്റാലിയൻ SR സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ST വിഭാഗങ്ങൾക്ക് മാത്രമായിട്ടുള്ള സ്റ്റേറ്റ് വൈഡ് പരീക്ഷയാണ്. 29/6/2024 നടക്കുന്നത്. ഓക്കെ, അതേപോലെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി നമ്മുടെ 586/2023 കാറ്റഗറി നമ്പർ. നമ്മൾ സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ്. 29/6/2024 തന്നെയാണ് നടക്കുന്നത്. ഹോൾ ടിക്കറ്റ് 15/6/2024 ലഭ്യമാകും.
732/2023 നമ്മുടെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി വുമൺ പോലീസ് ബറ്റാലിയൻ ആണ്. സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടക്കുന്നതാണ്. അത് NCA നോ കാൻഡിഡേറ്റ് അവൈലബിൾ ഉള്ളതാണത്. 29/2024 നടക്കുന്നത്. 733/2023 വുമൺ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി വുമൺ ബറ്റാലിയൻ NCA മുസ്ലിം കാറ്റഗറിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 29/2024 നടക്കാനായിട്ട് പോകുന്നത്. ഹോൾ ടിക്കറ്റ് 15/6/2024 മുതൽ നിങ്ങൾക്ക് ഇത് ലഭ്യമായിരിക്കും. OMR പരീക്ഷ 100 മാർക്കാണ്. 1.5 മണിക്കൂറാണ് പരീക്ഷയായിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്രധാനപ്പെട്ട എക്സാം കലണ്ടർ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ജൂൺ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ടത്. നമ്മുടെ CPO പരീക്ഷയും ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ ഡേറ്റുകളാണ് പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ഡിഗ്രി ലെവൽ 3ാമത്തെ ഘട്ടമായിട്ട് നടക്കാൻ പോകുന്നു. CPO WCPO പരീക്ഷ മെയിൽ നിന്ന് ജൂണിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സമയം ഒരുപാട് നമുക്കുണ്ട് എന്ന് കരുതി നിങ്ങൾ എന്ത് ചെയ്യരുത്, മടി പിടിച്ചിരിക്കരുത്. പ്രിപ്പയർ ചെയ്ത് തന്നെ എന്ത് ചെയ്യുക, പൊക്കോണ്ടിരിക്കുക. റിവിഷൻസും കാര്യങ്ങളും പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, നടത്തിക്കൊണ്ട് ഇരിക്കുക. ഓക്കെ, താങ്ക് യു.